ഞാനൊരു ടീച്ചറാണ്. പക്ഷേ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഞാൻ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു നിനക്ക് ജോലിക്ക് പോയിക്കൂടെ, പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ബെഡ് റെസ്റ്റ് വേണം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അന്നാളിൽ ഞാൻ ഏൺ ചെയ്യണതായിരുന്നു എനിക്കിഷ്ടം. കാരണം ഞാൻ എൻ്റേതായ എന്ത് കാര്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കണത് എനിക്കിഷ്ടം. എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. അതിലായിരുന്നു ഞാൻ കംഫർട്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി പോലും മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാൻ ഭയങ്കര ദൂർത്താണ്, ഭയങ്കര ഓസാണെന്നൊക്കെ ഫീൽ ചെയ്യായിരിക്കും. ബട്ട് ആക്ച്വലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു രൂപയ്ക്ക് വേണ്ടി പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുത്. അതിപ്പോൾ എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളായ പോലും എനിക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും കൊച്ചിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകണം. പക്ഷേ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഞാൻ നോക്കുന്നതിൻ്റെ അത്ര നന്നായിട്ട് മറ്റൊരാൾക്ക് നോക്കാൻ പറ്റില്ല എന്നൊരു തോട്ടിലേക്ക് ഞാൻ വന്നു. എന്ന് കരുതി മറ്റുള്ളവർ നോക്കണത് മോശമായിട്ടാണെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ മോനെ ഞാൻ നോക്കണം, അവൻ എന്നെ കണ്ടു വളരണം, അവൻ്റെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളും എനിക്ക് കാണണം എന്നൊരു തോട്ടിലേക്ക് ഞാൻ വന്നു. ജോലിക്ക് പോകാണ്ട് വീട്ടിൽ കൊത്തിരുന്ന് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അടിച്ച് അങ്ങ് പണ്ടാരടങ്ങി പോയിട്ടുണ്ട് ഞാൻ. എന്നാൽ പോലും ഇറ്റ്സ് ഓക്കെ, ഇത് എൻ്റെ മാത്രം തോട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു പൊട്ടത്തരായിട്ട് ഫീൽ ചെയ്തേക്കാം. ബട്ട് എനിവേ ഐ ആം ഹാപ്പി. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.